viewers, welcome back to my channel. So ഇന്ന് ഞാനൊരു കുർത്ത ഹോൾ വീഡിയോസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം പൊതുവേ ഞാൻ കുർത്താസൊക്കെ അജിയോ അല്ലെങ്കിൽ മിന്ത്ര അങ്ങനെയുള്ള സൈറ്റ്സിൽ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യാറ്. സോ ഇന്നൊരു വെറൈറ്റിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കാണുന്ന കുറച്ച് സൈറ്റ്സിൽ നിന്നാണ് വാങ്ങിയത്. സോ ഫസ്റ്റ് വൺ പ്രിൻസ് വാലി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. കുറേ കുർത്തീസ് അവൈലബിൾ ആണ്. അവരെ ആ ഒരു സ്പെഷ്യൽ ജയ്പൂർ കുർത്തി സ്റ്റൈൽസ് ആണ് അധികവും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവരെ സൈറ്റിൽ നിന്ന് ഞാൻ 2 കുർത്തീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികവും ഈ ഒരു സൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത പ്രിൻസൊക്കെയാണ്. മെറ്റീരിയൽ വരുമ്പം കോട്ടൺ അല്ല മെറ്റീരിയൽ വരുന്നത്, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഉണങ്ങുകയും അങ്ങനെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമ്മൾ വളരെ നൈസായിട്ടുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഹെവി ഫീല് വരത്തില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുവാണെങ്കിലും ഈ 2 സ്ലിറ്റിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങനെ ബോർഡേഴ്സ് പോകുന്നുണ്ട്. ആ സെയിം ബോർഡേഴ്സ് തന്നെയാണ് സ്ലീവ്സിൻ്റെ അറ്റത്തും വരുന്നത്, അതേപോലെ തന്നെ താഴെയും വരുന്നത്. അപ്പം ഈ ഒരു ബോട്ടം ലെയറിലും പിന്നെ സ്ലീവ്സ് തൊട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം ഫുൾ ഈ ഒരു ബോർഡേഴ്സ് വരുന്നുണ്ട്. നെക്കിലും ഒരു ഇതേപോലെ ഒരു റൗണ്ട് നെക്കാണ്, എന്നിട്ട് ചെറിയൊരു വി പോലെയും വരുന്നുണ്ട്. അപ്പം സെയിം മോഡൽ തന്നെയാണ് മറ്റേ കുർത്തിയും വരുന്നത്, പക്ഷേ പ്രിൻസ് വ്യത്യാസം വരും. സെയിം മോഡലിൻ്റെ തന്നെ, അതായത് സെയിം പ്രിൻസ് തന്നെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ലൈനിങ് മെറ്റീരിയൽ ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു സിമ്പിൾ കുർത്തിയാണ്. അങ്ങനെ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കുർത്തിയല്ല. ഇങ്ങനെയാണ് ഓവറോൾ ഒരു ലുക്ക് വരിക. നമുക്ക് ആ ഒരു അത്രയും ഒരു ബ്രൈറ്റ്നെസ് ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് നമ്മുടെ ഷേപ്പൊക്കെ അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് തന്നെ അവരെ വേറൊരു കുർത്തിയാണ്. ഇതിൻ്റെ പ്രിൻറ്റ് കുറച്ച് വ്യത്യാസമുണ്ട്, പക്ഷേ മോഡൽ സെയിം തന്നെയാണ്. അതായത് നെക്കിൽ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്, റൗണ്ട് നെക്കും അതേപോലെ ചെറിയൊരു വി പോലെ വരുന്നുണ്ട്. അപ്പം നെക്കിലും അതേപോലെ സ്ലീവ്സിലും പിന്നെ സ്ലീവ്സ് തൊട്ട് ആ സ്ലിറ്റിൻ്റെ എൻഡ് വരെയും താഴെയൊക്കെ ഇതേപോലെ ഒരു ബോർഡർ വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1300 ഒക്കെ ആ അടുത്തായിട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ റിട്ടേൺ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവർ ഷിപ്പിംഗ് ചാർജും കൂടി ചോദിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അധികം ഇവർ എക്സ്ചേഞ്ച് പോലെയാണ് അധികം ഇവർ തരിക. അങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള ഓപ്ഷൻസ് ഇവർ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെയും ബോർഡർ നോക്കുവാണെങ്കിൽ മറ്റേ ഒരു കുർത്തയായിട്ട് കമ്പയർ ചെയ്യുമ്പം ബോർഡർ വ്യത്യാസമുണ്ട്, പക്ഷേ സ്റ്റൈലൊക്കെ സെയിം തന്നെയാണ്. ആ ഒരു പാറ്റേൺ ഒക്കെ സെയിം തന്നെയാണ്. പ്രിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നേരത്തെ കാണിച്ച ആ ഒരു പ്രിൻറ്റിൽ നിന്നും കുറച്ചുകൂടെ ഒരു വ്യത്യാസമുള്ള പ്രിൻ്റാണ്, കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് നിൽക്കുന്ന പ്രിൻ്റാണ്. ഇതും പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ഞാനൊരു ടീൽ ഗ്രീൻ കളറാണ് ചൂസ് ചെയ്തത്. ബ്ലൂ കളറിലും ഓറഞ്ച് കളറിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചും കൂടി കട്ടി ഉണ്ടായിരുന്നു. മറ്റത് കുറച്ച് ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു മെറ്റീരിയൽ ആയിരുന്നു. ഇതിന് കുറച്ച് റേറ്റ് കൂടുതലാണ് മറ്റതിനെ അപേക്ഷിച്ച്. ഫ്രണ്ടിലെ സ്ലിറ്റിൽ മാത്രമേ ഇങ്ങനെ ബോർഡർ ഉള്ളൂ, ബാക്കിലെ സ്ലിറ്റ് കംപ്ലീറ്റ്ലി പ്ലെയിൻ തന്നെയാണ്. പക്ഷെ 2 സൈഡിലെയും ബോട്ടം പോർഷനിൽ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഞാൻ സുചത്ര എന്ന് പറഞ്ഞിട്ടൊരു ബംഗാളി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങിയൊരു കുർത്തിയാണ്. ഇതിൻ്റെ റേറ്റ് ഒരു 1500 അടുത്തായിട്ടാണ് വന്നത്. അപ്പം ഇതും കുറച്ച് വെറൈറ്റിയാണ്. ഇതെന്ന് പറയുമ്പം ഒരു ലൈൻ കുർത്തിയാണ്. അങ്ങനെ സ്ലിറ്റ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് ഒരു അംബ്രല്ല കട്ട് വരുന്ന ടൈപ്പ് ഒരു കുർത്തിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ കുറച്ചും കൂടി ഒരു തിക്കായിട്ടുള്ള മെറ്റീരിയലായിരുന്നു. അതായത് വെയിറ്റ് തോന്നിക്കില്ല, പക്ഷേ മറ്റ് 2 കുർത്തീസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു ഹാൻഡ്ലൂം ടൈപ്പ് മെറ്റീരിയലാണ്. പിന്നെ പ്ലെയിൻ റെഡ് കളറാണ് വരുന്നത്. ഈ ഒരു റെഡല്ല, കുറച്ചും കൂടി ഒരു ലൈറ്റ് കളർ റെഡാണ്. പിന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് 1599 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പൊതുവേ നമ്മൾ ചില സൈസിൽ മീഡിയം സൈസ് ആണെങ്കിൽ ഇതിൽ നമുക്കത് സ്മോൾ സൈസിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും സൈസ് കറക്റ്റ് മെഷർ ചെയ്തതിന് ശേഷം മാത്രം ചൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. സ്ലീവ്സിൽ ഇങ്ങനെ ബോർഡർ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ ജസ്റ്റ് ടക്ക് ഇട്ടിട്ടുണ്ടാവും 2 സൈഡിലും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലിറ്റ് ഇല്ലാത്ത ലൈൻ മോഡലാണ് ഇതിൻ്റെ ഒരു സ്റ്റൈൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോർഡർ ആണെങ്കിലും ഇങ്ങനെ സ്ലിറ്റിൻ്റെ സൈഡിലല്ലാതെ ഇങ്ങനെ ഒരു എന്താ പറയുക പാരലായിട്ടാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്, ബോഡി പോർഷനിൽ തന്നെ. പിന്നെ ഇതിൻ്റെ താഴത്തെ ഭാഗത്ത് അങ്ങനെ ബോർഡറൊന്നുമില്ല. അപ്പോൾ മെറ്റീരിയൽ ഞാൻ കുറച്ചും കൂടി അടുത്തായിട്ട് കാണിച്ചു തരാം. മറ്റേ മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. വേറെ ടൈപ്പ് ഒരു മെറ്റീരിയൽ തന്നെയാണ്.
പക്ഷെ നമുക്ക് അങ്ങനെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല, പെട്ടെന്ന് ഉണങ്ങുകയൊക്കെ ചെയ്യും. മറ്റേ കുർത്തിയാണേലും നല്ലപോലെ ഉണങ്ങുന്ന ടൈപ്പ് ഒരു കുർത്തിയാണ്. പിന്നെ ഇതും നമുക്ക് കുറച്ച് ട്രാൻസ്പെറൻറ്റ് ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു കുർത്തിയുടെ കൂടെ നമുക്ക് പാൻറ്റും വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ റേറ്റ് വ്യത്യാസം വരും. അല്ലെങ്കിൽ സെപ്പറേറ്റ് ടോപ്പ് മാത്രമായിട്ട് വാങ്ങാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ആദ്യമായിട്ടാണ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.